ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ ബ്രദറും കൂടി എടുക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ വേറെ എടുക്കല്ല പോകുന്നത്, കോഴിക്കോട് മിഠായി തെരുവിലേക്ക് പോവാണ് കേട്ടോ. SM സ്ട്രീറ്റിലോട്ട് പോവാണ്, കാലിക്കറ്റ്. സോ SM-ലേക്ക് പോയിട്ടും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാം. അതിന് മുൻപായിട്ട് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കണ്ടോളൂ. ബിക്കോസ് നല്ലൊരു അടിപൊളി ഷോപ്പ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് കുറേ എഫേർഡ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സാധനങ്ങളും ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞാനൊരു 2 ടോപ്പ് എടുക്കാൻ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ മലയാളികളൊക്കെ ഒരു മൈൻഡാണ് അവിടെ പോയാൽ കുറേ ബാർഗെയിൻ ചെയ്ത് കുറേ സാധനങ്ങൾ വാങ്ങാൻ, അതിനുള്ളൊരു കഴിവും വേണേ. പിന്നെ നമ്മൾ അവിടേക്ക് പോവാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പം കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് എവിടെ ടൗണിലേക്ക് സിറ്റി എത്തിയിട്ടുണ്ട്. അതാണ് ആ ബസ് കണ്ടോ, സിറ്റി സ്റ്റാൻഡാണിത്. അങ്ങനെ എത്തി നമ്മൾ SM-ലോട്ട് കടന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ SM-ലേക്ക് കയറിയതിന് ശേഷം ഇവിടെ സമരം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു നൈറ്റാണ്. അപ്പം കണ്ടില്ലേ, സൺഡേ ഒന്നല്ല പോയത്, പക്ഷേ അവിടെ സൺഡേ മാൾ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സൊക്കെ വന്നിട്ട് പണ്ടേ ചെറുപ്പത്തിലൊക്കെ പെരുന്നാളിന് കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. ഈ ഒരു അൽ അമീൻ കണ്ടോ, ആ ഒരു ഷോപ്പിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതുപോലെ ഇതാ ഈ ഒരു മാൾ എന്ന് പറയും, സൺഡേ മാള്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു C4 ചപ്പൽസ് എന്നൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സൺഡേ മാളിൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു മാൾ തന്നെയാണ് ഗേസ്. നിങ്ങൾക്ക് എസ്തറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ. കയറി നോക്കുക, സാധനങ്ങളൊക്കെ നോക്കുക. ഒരു കുറച്ച് സാധനം പോയിട്ട് 2, 3, 4, 5, 6, 10, 15 സാധനം വാങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങി പോകില്ല. എനിക്ക് വീഡിയോസ് കുറേയൊക്കെ എടുക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതിനുള്ളിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഉണ്ട്, ബാഗ് ഉണ്ട്, ചെരുപ്പുണ്ട്, അതുപോലെ ഫാൻസി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. മേക്കപ്പ് പ്രോഡക്ട്സ് പിന്നെ പറയണോ, ഗേൾസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയും സാധനങ്ങൾ അതിനുള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആസ്തറ്റിക് ആയിട്ടും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്രാബ്സും കാര്യങ്ങളും ഇഷ്ടം പോലെ കണ്ടിട്ട് ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാണാത്ത ടൈപ്പ് ക്രാബ്സും പിന്നെ കൊറിയൻ ടൈപ്സൊക്കെ നമുക്ക് കണ്ട കൊറിയൻ ടൈപ്സ് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ മെയിനായിട്ട് 2, 3 ടോപ്സ് എടുക്കാൻ വിചാരിച്ചിട്ടാണ് അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇതിനൊക്കെ 20 റുപ്പീസ് സ്റ്റാർട്ടിംഗ് ആണ്. അവിടുന്ന് 20 റുപ്പീസ് 10 റുപ്പീസ് ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. കണ്ടോ, ഭയങ്കര ക്യൂട്ടുള്ള ചെറിയ ചെറിയ ക്രാബ്സൊക്കെ ആണ് ഉള്ളത്. പിന്നെ ഇതിനൊക്കെ 10 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. പിന്നെ മേലെ കാണിക്കുന്ന ആ ഒരു സംഭവം അല്ലേ, നമ്മുടെ എന്താ പറയുക, ഈ എയറും കാര്യങ്ങളൊക്കെ ചെവിയിലേക്ക് അടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാത്തരം ആക്സസറീസും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. നിങ്ങൾ കയറി എന്തായാലും നിങ്ങൾ ഞെട്ടിപ്പോകും. കണ്ടപ്പം ഞാൻ തന്നെ ആകെ ഷോക്കായി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റിബൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. 20 റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത്. സോ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 50 പീസസ് ഒക്കെ വരുന്ന ഈ ഒരു കുഞ്ഞു ബോക്സ് കാണാൻ ഭയങ്കര എസ്തറ്റിക്, എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ പോയത്. നെക്സ്റ്റ് ടൈം പോയിട്ട് എന്തായാലും അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങണം വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ബ്രദറാണ് കൂടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി ചെന്നിട്ടില്ല. കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് കുറേയൊക്കെ ഞാൻ മടി ആയതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ്, ലിപ്സ്റ്റിക്കും ലൈക്ക് എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്കൊരു പേരൊന്നും അറിയില്ല, യൂസ് ചെയ്യാത്തതുകൊണ്ട്. ആൻഡ് നമ്മുടെ പിമ്പിൾസ് പാച്ചും ഇങ്ങനെ നമുക്ക് സ്കിൻ കെയർ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം തരം ഉണ്ട് കേട്ടോ. പിന്നെ കമ്മലിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ പിന്നെ പറയേണ്ട മക്കളെ, ചെറുത് മുതൽ വലുത് വരെ ഇഷ്ടംപോലെ ഇങ്ങേയറ്റത്തു നിന്ന് അങ്ങേയറ്റം വരെ ഉണ്ട് കമ്മലിൻ്റെ കളക്ഷൻസ്. ഇത് പൊട്ടാൻ തോന്നുന്നുണ്ട്. നമുക്ക് അതിനുള്ളിൽ കയറിയ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം. ഈ ഒരു ക്രാബ്സിനൊക്കെ വെറും 10 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഭയങ്കര ഭയങ്കര എഫേർട്ട് തന്നെയാണ്. നമുക്ക് അത്രയും സാധനങ്ങൾ അതിനുള്ളിലുണ്ട്, എടുക്കാതെ പോരാൻ തോന്നൂല. ഗേൾസൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ട പോലെ പിന്നെ ഒന്നും എടുക്കാതെ പോരില്ല, അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് കുറേ കാലം അവിടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സാധനങ്ങൾ ഇറക്കിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഉള്ള മൊത്തം സാധനങ്ങളും ഒരു എന്താ പറയുക, നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് ഇതിനുള്ളിലുള്ളത്. ക്യൂട്ടായിട്ടുള്ളത് കൊറിയൻ ടൈപ്സും എല്ലാ തരം എസ്തറ്റിക് സാധനങ്ങളും ഇതിനുള്ളിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫാൻസി കളക്ഷൻസ് ഒക്കെ നല്ല ഇഷ്ടമായിക്കണം. കുറേ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്ത് നിന്നപ്പം കുറച്ച് ടൈം അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേറെ ഒരു പ്ലേസിൽ പോകാനുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ടിൻ്റായിട്ടുള്ളതും ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ഗ്ലോസും ഇതൊക്കെ എന്തൊരു ക്യൂട്ടാണ് ഗൈസ്. നമുക്കിതൊക്കെ മീഷോയിലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞ് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും അത്യാവശ്യം. ഇതൊക്കെ 80 റുപ്പീസിനൊക്കെ ആ ഒരു 100 റുപ്പീസിൻ്റെ ഉള്ളിലാണ് ഈ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, 50 റുപ്പീസൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഭയങ്കര അടിപൊളി സാധനങ്ങളൊക്കെയാണ് അതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങാതിരിക്കില്ല. ഈ ഒരു ബാഗിന് 600 റുപ്പീസാണ്. ഇതിൻ്റെ വേറൊരു ബാഗ് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയതുകൊണ്ട് ഞാനത് എല്ലാം അവിടെ വെച്ചു. പിന്നെ ഒരു 250 റുപ്പീസിനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. വാലറ്റ്സിനൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ബാഗൊക്കെ അടിപൊളി ക്വാളിറ്റി ബാഗ്സ് ആണ് കേട്ടോ ഇതിനുള്ളിലുള്ളത്. സത്യം പറയല്ലോ, ഇതിപ്പോൾ ഞാൻ പരസ്യം പോലെ കൊടുക്കല്ല.
ഞാനവിടെ പോയപ്പം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഷോപ്പ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറേ സാധനം വാങ്ങിയിട്ടേ പോരുള്ളൂ. ഒരു 500 റുപ്പീസ് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആക്സസറീസ് ഒന്നും എന്തെങ്കിലുമൊക്കെ ഒന്നും എടുക്കാതെ പോരാൻ തോന്നുന്നില്ല. അത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, റേറ്റ് കുറവായിട്ട്. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറേ കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ബിക്കോസ് ഇത് വല്ല പോപ്പുലർ ആയിട്ടില്ല ഈ ഷോപ്പ്. പോപ്പുലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോപ്പിൻ്റെ കഥ പിന്നെ പറയണ്ടല്ലോ, അതത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ ടീഷർട്ട്സും കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഓവർ സൈസ് ടീഷർട്ട്സും അങ്ങനെ ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് ഇടുന്ന ഡ്രസ്സും പിന്നെ നമുക്ക് പഴയ മോഡൽ ബാഗാണെങ്കിൽ പുതിയ മോഡൽ ബാഗാണെങ്കിൽ എല്ലാ ബാഗ്സും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 500 റുപ്പീസിന് 3 ടോപ്പും കാര്യങ്ങളും, അതുപോലെ ഏതെടുത്താലും 100 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലാസോസും. പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ നമുക്കറിയാമല്ലോ 250 ആണ് 3 എണ്ണത്തിന് വരുന്നത്. അങ്ങനെ ആ ചേട്ടന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇറങ്ങുന്ന ആ ഒരു പ്ലേസ് വന്നിട്ട്. ഫ്രണ്ടിൽ തന്നെ വേറൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, കണ്ടോ, റാങ്ക് എന്ന് പറഞ്ഞിട്ട്. റാങ്ക് തന്നെയാണെന്ന് തോന്നുന്നു ആ ഷോപ്പിൻ്റെ പേര്. അത് അപ്പം ഇങ്ങനെ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സൺഡേ മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പാണിത്. പിന്നെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടല്ലോ. സോ അപ്പം ഈ ഒരു C4 ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിൻ്റെ അടുത്താണ്. അതായത് വല്ലാതൊന്നും പോകാനില്ല, നമ്മൾ SM-ലേക്ക്, അതായത് ഗോയൻകോ ബസാറിന്ന് വഴി അങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ SM-ലേക്ക് കടക്കുന്ന ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് എങ്ങനെ പഠിച്ചാൽ നല്ലത്, വലത് ഭാഗത്ത്, ലെഫ്റ്റ് അല്ല സോറി റൈറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺഡേ മാൾ കാണാൻ പറ്റും. ഇനി അവിടെ ചോദിച്ചാലും ചിലപ്പോൾ കിട്ടാൻ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരമൊക്കെ പോയിരുന്ന്. ഇത് അയലാണെന്നാണ് പറയുന്നത്. 100 റുപ്പീസിൻ്റെ സംഭവം കേട്ടോ. നമുക്ക് വീട്ടിനുള്ളിലൊക്കെ ഇപ്പോൾ മഴ ആയതുകൊണ്ടൊക്കെ വേണമെങ്കിൽ കെട്ടി വെക്കാൻ പറ്റും. പിന്നെ ടോപ്പ് ഫാക്ടറി എന്ന ഷോപ്പിൽ നിന്ന് ഞാൻ 2 ടോപ്പ് 500 റുപ്പീസിന് 2 ടോപ്പ് ഇങ്ങനെ എടുത്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്, ഗോയൻകോ ബസാറിൽ നമ്മൾ വിട പറയുകയാണ് ഗേസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ താങ്ക് യു സ്റ്റെപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സൊക്കെ കണ്ടില്ല, കോഴ്സാണ് കേട്ടോ അത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താ റെയിൽവേ ആ വഴി അങ്ങ് പോയിട്ട് നമ്മൾ SM-എന്നൊക്കെ നമ്മൾ അങ്ങ് വിട്ട് പിന്നെ മാനഞ്ചർ സ്ക്വയർ വഴി നമ്മൾ നേരെ മാങ്കാവ് വഴി നമ്മൾ ഇവിടെ ഞാൻ വോയിസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഹൈലൈറ്റ് മാൾ എന്നാണ് പറയുന്നത് സംഭവം. ലുലു മാളിലേക്കാണ് പോകുന്നത്. ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം മാനഞ്ചറല്ലേ സോറി മാങ്കാവ് വഴി നമ്മൾ ലുലു മാളിലേക്ക് പോവാണ്. ഈ ഒരു പള്ളി ഏതാണെന്ന് അറിയോ? ഈ ഒരു പള്ളി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇതാണ് പട്ടാളപ്പള്ളി എന്ന് പറയുന്നത്. അങ്ങനെ പട്ടാളപ്പള്ളി കണ്ടോ ഗീസ്, അതൊരു വലിയ പള്ളിയാണ്. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ ലുലു മാളിലേക്കല്ല പോകുന്നത്. അവിടെ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഫുഡ് വാങ്ങണമെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ലിസ്റ്റിലില്ലായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ പിന്നെ വാങ്ങാൻ വിചാരിച്ച്. പിന്നെ ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ലേസൊക്കെയാണ് കൂടുതൽ വാങ്ങാറുള്ളത് കേട്ടോ. ലേസ്, ചോക്കോസ്, നൂഡിൽസൊക്കെ എടുക്കലുണ്ട് സാധാരണ. ഇപ്രാവശ്യം പോയപ്പോൾ ഞാനൊരു ചോക്കോസിൻ്റെ പാക്കറ്റ് അങ്ങ് എടുത്ത് കൈമ പിടിച്ച് അവിടെ എത്തിയതിന് ശേഷം ബ്രദർ വാഷ്റൂമിൽ പോയപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിട്ടോ. പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലുലു മാളിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ്, ഏത് ബില്ലിംഗ് സെക്ഷനിൽ. സോ ഇന്നത്ര തിരക്കില്ല. ഇതെന്താണ് ടേസ്റ്റ് ഓഫ് അറേബ്യ പറഞ്ഞിട്ട് ന്യൂ ആയിട്ട് വന്ന സംഭവമാണ് കേട്ടോ. ലുലു മാളിൽ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ വന്ന സംഭവമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങ് കത്തി മീൻസ് എന്താണ് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ലൈവായിട്ട് ഫുഡ് അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ ലോലിപോപ്പ് വാങ്ങിയതിന് ശേഷം അവിടുന്ന് പിന്നെ മയോണസും കാര്യങ്ങളൊക്കെ ഗാർലിക്കിൻ്റെ മകൽ സ്ഥിരം അതന്നെ വാങ്ങാറ്, വേറൊന്നും വാങ്ങാറില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് ഈ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറി അതിന് ശേഷം വീട്ടിലേക്ക് എത്തി. പിന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം നിങ്ങളൊക്കെ ലൈക്ക് ചെയ്താലേ പിന്നെ SM-ൻ്റെ വീഡിയോസൊക്കെ ആർക്കെങ്കിലൊക്കെ സജസ്റ്റ് ആയിട്ട് പോവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചതിന് ശേഷം നേരെ വീട്ടിലിട്ട് വിട്ടു കേട്ടോ. വീട്ടിലേക്ക് വിട്ട് നിങ്ങൾ ബ്രിഡ്ജിൻ്റെ കാര്യമൊന്നും നോക്കണ്ട. നമ്മൾ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിടന്ന് ഉറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ലൈവിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈവ് ഭയങ്കര ഷോക്കായിട്ട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കണ്ടില്ല ഗൈസ്, 9 മിനിറ്റിൻ്റെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ.